ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പുതിയതായിട്ട് ഒരു രജിസ്ട്രേഷൻ ലൈസൻസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എംപാനൽഡ് ലൈസൻസ് ആഡ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കെ സ്മാർട്ട് ലോഗിൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ലോഗിനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ രജിസ്റ്ററിൽ പോവുക. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ഉണ്ട്, സിറ്റിസൺ രജിസ്റ്റർ ഉണ്ട്, ലൈസൻസി രജിസ്റ്റർ ഉണ്ട്. സിറ്റിസൺ രജിസ്റ്റർ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മളെ ക്ലയൻറ്റിൻ്റെ അവർ ഒരു ഇത് ചെയ്യുന്നതാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവരെടുത്താൽ മാത്രമാണ് നമുക്ക് പ്ലാനുകളൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ലൈസൻസി രജിസ്റ്റർ. അപ്പോൾ ലൈസൻസി രജിസ്റ്ററിൽ പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിൽ ലൈസൻസി രജിസ്ട്രേഷൻ എന്നുണ്ടാവും. നിങ്ങൾ പേരടിക്കാം, യൂസർ നെയിം അടിക്കാം, പാസ്വേഡ് കൊടുക്കാം, അതുപോലെ വീണ്ടും കൺഫേം പാസ്വേഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ആധാർ നമ്പർ കൊടുക്കാം, എന്നിട്ട് OTP അടിച്ചാൽ, അതായത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് OTP കിട്ടുള്ളൂ. ഗെറ്റ് OTP കിട്ടിയ OTP അടിക്കുക. രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങളെ ലൈസൻസിൻ്റെ നമ്പറും നിങ്ങളെ പേരും അഡ്രസ്സും അതുപോലെ അത് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്കിനി ഓപ്പൺ ആവില്ല. ഞാൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലൈസൻസിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, നോർമൽ ലൈസൻസ് എടുത്തവർക്ക് ഇനി അങ്ങോട്ട് പ്ലാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എംപാനൽഡ് ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എംപാനൽഡ് ലൈസൻസ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ക്ലിക്ക് ടു ലോഗിൻ രജിസ്ട്രേഷൻ മൊഡ്യൂൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിൽഡിംഗ് ലൈസൻസിയാണ്. അപ്പോൾ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് വീണ്ടും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻബോക്സിൽ എക്സിസ്റ്റിംഗ് ലൈസൻസി പിന്നെ റീഡ് മോഡ് തോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ തന്നെ ലൈസൻസി ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ചെയ്തതാണത്. ബേസിക് ഡീറ്റെയിൽസ് നമ്മളെ നെയിം സുജിത്ത്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഹൗസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പ്ലേസ്, സിറ്റി, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, ജെൻഡർ, പിൻകോഡ്, സ്റ്റേറ്റ്, പിന്നെ നമ്മളൊരു ഫോട്ടോ ഉണ്ടാവും, ഒരു അടിപൊളി ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ അതർ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, അതായത് ഇയർ ഓഫ് പാസ് 2004, ഇഷ്യൂയിങ് അതോറിറ്റി സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് 18/5/2004. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. മെറിറ്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കോട്ടക്കൽ കേരള, ഓട്ടോകാഡ് 2005-2006. പിന്നെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ലൈസൻസി ഡീറ്റെയിൽസ്. അതിൽ നമ്പൂതിരിപ്പാടൻ അസോസിയേറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് വാസ്തുവിദ്യ കൺസൾട്ടൻറ്റ്, ഡിസിഗ്നേറ്റഡ് സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, 4/12/2004 മുതൽ 2009 5 വർഷത്തെ. അപ്പോൾ അവിടുന്ന് ഒരു ഇത് കിട്ടിയതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നു കഴിഞ്ഞാൽ ലൈസൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എംപാനൽഡ് ലൈസൻസും സൂപ്പർവൈസർ ന്യൂലി ഇഷ്യൂഡ് ലൈസൻസ് JD പാലക്കാട്, പിന്നെ ലൈസൻസി നമ്പർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈസൻസിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എംപാനൽമെൻറ്റ്. ഓക്കെ. പിന്നെ എന്താണ് നോർമൽ ലൈസൻസ്, റെഗുലർ ലൈസൻസ്. ഇത് എംപാനൽ ലൈസൻസും ഇത് റെഗുലർ ലൈസൻസും. ഞാൻ ഓൾറെഡി ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ എടുത്തിട്ടാണ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തത്.
കേട്ടോ. ഇത് റിന്യൂവൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ. അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ അപ്രൂവ്ഡ് ആവണം കേട്ടോ. അപ്രൂവ്ഡ് ആയാൽ മാത്രമേ നമുക്ക് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ലോഗിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് റെഗുലർ ലൈസൻസ് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ എംപാനൽഡ് ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഈ പ്ലസ് ബട്ടൺ വരിക, ലൈസൻസ് കാറ്റഗറി പോവുക. എന്താണ് ഇപ്പോൾ കൊടുക്കാനുള്ള എംപാനൽഡ് ലൈസൻസ്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഏതാണോ എഞ്ചിനീയർ ബി, അതുപോലെ സൂപ്പർവൈസർ ബി. ഇപ്പോൾ സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവൈസറെ കൊടുക്കുക. എന്നിട്ട് ന്യൂലി ഇഷ്യൂഡ് ലൈസൻസ് ആണെങ്കിൽ അത് കൊടുക്കുക. റിന്യൂവൽ ലൈസൻസ് ആണ് കൊടുക്കുക. അപ്പോൾ ന്യൂലി ഇഷ്യൂഡ് ലൈസൻസ് ആണ് കൊടുക്കുക. പിന്നെ അത് കിട്ടിയൊരു ഡേറ്റ് ഉണ്ടാവും, ആ ഡേറ്റ് കൊടുക്കുക. പിന്നെ അത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളതുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ പാലക്കാട് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാലക്കാട്, നിങ്ങൾക്ക് ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് കൊടുക്കുക. ലൈസൻസ് എംപാനൽഡ് നമ്പർ ഇവിടെ അടിക്കുക. പിന്നെ ലൈസൻസ് എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ വന്നിട്ട്, അതായത് സിംഗിൾ പേജ് മാക്സിമം സൈസ് 1 MB ആയിരിക്കണം. അത് ഓപ്പൺ ചെയ്ത് ഇവിടെ അറ്റാച്ച് ചെയ്യാം. ആധാർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതും ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് അറ്റാച്ച് ചെയ്യാം. അതായത് നമ്മൾ എംപാനൽഡ് ലൈസൻസിൻ്റെ ഇമേജ്, അതായത് കോപ്പി ഇവിടെ കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്രൂവൽ കിട്ടണം. അതായത് എവിടെയാണോ JD ഉള്ളത്, അതായത് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ. ഇപ്പോൾ ആദ്യം റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഇപ്പോൾ ജോയിന്റ് ഡയറക്ടർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാലക്കാട് നിന്ന് അവരത് സാങ്ഷൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ അപ്രൂവ്ഡ് എന്ന് നോട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഓക്കെ, താങ്ക് യു.